ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ പോകേണ്ട നമ്മുടെ ഹോളും റൂമും ഒക്കെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇത് എനിക്കൊരു റിക്വസ്റ്റ് വന്നതും കൂടിയാണ് കേട്ടോ, ഒരു ഡീപ്പ് ക്ലീനിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ അതിനകത്തിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം ആയിട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം, വരും. ഇതെനിക്കിങ്ങനെ വേണം, കാരണം എനിക്ക് തുമ്മലുണ്ട്, അലർജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഇത് എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു എരപ്പ് കേൾക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ ഭയങ്കര മഴയാണ്, അത് കാരണം. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം കമൺ. ആദ്യം നമ്മൾ ഹാളാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഹാൾ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പോലായിട്ടാണ് കേട്ടോ നമുക്ക് ഹാളുള്ളത്. അപ്പം ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കാണ്, മറ്റൊരു നമ്മുടെ സെറ്റിയും ടി വിയൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടെ ക്ലീൻ ഒന്ന് ചെയ്യണം. അപ്പം നമ്മളുടെ മറ്റേ മാറാല അടയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂലാണ് കേട്ടോ നമ്മൾ പിന്നെ അപ്പോഴത്തേന് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിട്ടാണ്ട് ചിലന്തി വലയൊക്കെ അടിക്കാൻ മൂലയൊക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത്. ചിലന്തി വലയൊക്കെ ഇരിക്കത്തില്ലേ, അപ്പം ഇതാണ് മറ്റേതിനേക്കാളും യൂസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാകുമ്പോൾ എല്ലാ മൂലയിലൊക്കെ ചെല്ലും. അപ്പം ഞാൻ ഈ ജനലൊന്നും തുറന്നിട്ടിട്ടോ, നമ്മൾ ഈ നെറ്റിൻ്റെ വല ഇവിടെ അടിച്ചിരിക്കുന്നത് കൊതുക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്ടോ. കല്ലു ഉള്ളത് കാരണം, കല്ലു ഇല്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര കൊതുകാണ് കേട്ടോ ഇവിടെ. കാരണം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസക്കാരൊന്നുമില്ല, അപ്പോൾ അവരുടെ പറമ്പെല്ലാം ഇങ്ങനെ നിറയും ഇലയൊക്കെ വീണിട്ട് ഇങ്ങനെ ഇപ്പം മഴയായതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കിടന്ന് കൊതുകൊക്കെയാണ് കേട്ടോ നിറയെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് എല്ലാ ജനലിലും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അടച്ചിടും കേട്ടോ എപ്പോഴും. പിന്നെ ഈ ഒരു എല്ലാ മൂലകളും നമ്മൾ നന്നായിട്ട് തൂക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സൈഡുകളിലൊക്കെ ചിലന്തി വല ഇങ്ങനെ ചെറിയ പൊടികളൊക്കെ ഇരിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിടാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലവർ വേസൊക്കെ ഒന്ന് പൊടി തൂത്തെടുക്കണം. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ടി വി സ്റ്റാൻഡ് അവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടി വി സ്റ്റാൻഡ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് പഴകിയപ്പോഴും അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ടി വി ഭിത്തിമേലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. 1-2 ആഴ്ച നമുക്ക് എല്ലാവർക്കും പനിയായിരുന്നു. അപ്പം അന്ന് നന്നായിട്ട് എല്ലാ ദിവസവും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് തൂത്ത് പോകാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം പൊടിയായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്താണ് അപ്പം നമുക്കിങ്ങനെ ഒരു റിക്വസ്റ്റും കൂടി വന്നത്. അപ്പം എന്തായാലും അപ്പോൾ അത് രണ്ടും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ എടുക്കണമെന്നൊന്നും ആദ്യം വിചാരിച്ചിരുന്നല്ല. അപ്പോൾ എന്തായാലും അങ്ങനൊരു നമുക്കൊരു കമൻറ്റും കൂടി വന്നത് കാരണം, നമ്മൾ റിക്വസ്റ്റ് വന്നതുകൂടെ കാരണം നമ്മൾ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അമ്മയുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മേക്കപ്പ് സാധനമല്ല, അമ്മ ഈ ഒരു കണ്ണാടി നോക്കിയിട്ടാണ് ചന്ദനമൊക്കെ തൊടാറ്. പിന്നെ അമ്മയുടെ ഫേസ് വാഷ്, അങ്ങനെ 1-2 സാധനങ്ങളൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഒതുക്കി വെച്ചു. ബാക്കിയെല്ലാം ഒന്ന് പൊടി തൂത്തെടുക്കുകയാണ് കേട്ടോ. അപ്പം കല്ലൂട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം ചെയ്ത് തീർക്കണം. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പം അത് കാരണം ഞാനിപ്പം എൻ്റെ റൂമും ഞങ്ങളുടെ ബെഡ്റൂമും പിന്നെ ഹാളും മാത്രമേ ഇപ്പം ക്ലീൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പിന്നീട് സമയം പോലെ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം ഇതൊന്ന് ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മോൾ ഉറങ്ങുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പം അത് കാരണം
വേഗം തന്നെ എല്ലാം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴിയുക, പൈപ്പും ഒക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റീലിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലേ, തുരുമ്പ് പിടിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തുമ്മലും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ, മുഖത്തൊക്കെ ചൊറിഞ്ഞ് തടിക്കുക, പിന്നെന്താ മൂക്കൊലിപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, അങ്ങനെയുള്ള ഒരുപാട് അലർജികൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും മാസ്ക് വെക്കണം. മാക്സിമം ഇങ്ങനെ പൊടി അടിക്കുന്ന സമയത്ത് കൈയൊക്കെ ഉള്ള എന്തെങ്കിലും ഡ്രസ്സ്, എന്ന് വെച്ചാൽ ഫുൾ കൈയുള്ള എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് വേണം ഇത് കൂടുതലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അലർജികളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ പൊടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കിപ്പോൾ തന്നെ തുമ്മാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മാസ്ക് വെച്ചിട്ട് പോലും. അപ്പം നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം മാറാലയും പൊടിയൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്ന് തൂത്ത് വരാം കേട്ടോ. അപ്പം നമ്മുടെ ടേബിളിനടിയിലൊക്കെ ഒന്ന് തൂത്ത് വാരി കസേരയൊക്കെ മാറ്റിയിട്ട് തൂത്തും എടുത്തു. അപ്പോൾ ഇവിടെ നല്ല ഈ വെള്ള ടൈലായത് കാരണം എന്ത് കിടന്നാലും പെട്ടെന്ന് അറിയാനും പറ്റും. അപ്പം നമ്മുടെ കല്ലൂട്ടി ഉള്ളത് കാരണം അവൾ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് അവൾ തന്നെ തിന്നും. അപ്പോൾ അതൊക്കെ കേക്കിൻ്റെ പൊടികളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ എല്ലാം ഇടാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കിടക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ഹാളിൻ്റെ മറ്റൊരു ഭാഗം, നമ്മുടെ TV ഒക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം TV ഭിത്തിമേലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇവിടെയാണ് കേട്ടോ അടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം പൊടികൾ പെട്ടെന്ന് തന്നെ കയറുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ പൂഴിമണ്ണാണ് കേട്ടോ. അപ്പം അത് കാരണം കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് പൊടികളൊക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്, പൊടികൾ പെട്ടെന്ന് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് തടിയുടെ സെറ്റ് ചെയ്ത് കാരണം ഈ തടികളിലെല്ലാം പൊടി പിടിച്ചിട്ട് ഈ സ്പോഞ്ചിലേക്കും ആ പൊടികൾ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ തടിയായത് കാരണം നമുക്ക് മുകളിൽ കവറിങ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ ഭാഗത്ത് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൊടികൾ ആ സ്പോഞ്ചിലും കയറി പിടിക്കുന്നത് വലിയൊരു പാടാണ്. അത് ക്ലീൻ ചെയ്യാൻ തന്നെ നല്ല ടൈം എടുക്കും. കാരണം അത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. സ്പോഞ്ചിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പോകാനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടുത്തെ ചിലതിലൊക്കെ നമുക്ക് അടിച്ച് കളയണം. അപ്പം ഇവിടെ കൂടുതലും പല്ലിയുണ്ട് കേട്ടോ. അപ്പം പല്ലി പോകാൻ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ ഹിറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല്ലി ഓടിക്കാൻ ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്താ സ്പ്രേ ചെയ്യുന്നതൊക്കെ ഒരുപാട് മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്നും ഇവിടെ പല്ലി പോയിട്ടില്ല കേട്ടോ. ഇവിടെ പല്ലികൾ വരും. പല്ലി ഓടിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. സെറ്റ് ചെയ്യല പൊടിയൊക്കെ ഒന്ന് അടിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റൂമിലെ ബ്ലാങ്കറ്റാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴി ഞാൻ ബ്ലാങ്കറ്റ് പുതച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് അതുകൊണ്ടെന്ന് ഞാൻ സെറ്റിയിലിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പം അമ്മ കുറേ വട്ടം വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സെറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ക്ലീൻ ചെയ്യുവാണല്ലോ, അപ്പോൾ എടുത്തുകൊണ്ട് പോവാം. വീട് മുഴുവനും കല്ലുവിൻ്റെ ടോയ്സ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും ഉണ്ടാവുണ്ട്. അപ്പോൾ ഈ കുറച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കാണ്, കുറച്ചൊക്കെ നമ്മുടെ റൂമിൽ ഒരു കൊട്ടയമേൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിനകത്തുള്ളതെല്ലാം ഇവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ നിരത്താറുണ്ട്. പിന്നെ അത് തന്നെ അടുക്കൽ ഞങ്ങളുടെ ഒരു ദിവസം ഫുൾ ടൈം പണിയാണ് കേട്ടോ ഈ ടോയ്സ് എടുക്കൽ. പക്ഷേ രാവിലെ നിരത്തിയിടും, അവൾ ഉറങ്ങുമ്പോൾ വീണ്ടും അടുക്കിയിടും, അവൾ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അവൾ നിരത്തും. അങ്ങനെ ഇത് തന്നെ രാത്രി വരെ. അപ്പം ഞാൻ അവിടുന്ന് എല്ലാം അവളുടെ ടോയ്സ് പെറുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റിയുടെ അടിയിലൊക്കെ കൊണ്ടിട്ടേക്കുവാണേ.
അപ്പോൾ ദാ ഈ ജനലുമേലൊക്കെ ഇരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് നമ്മൾ തല്ലിത്തൂത്ത് കളയാണ്. ജനലിൻ്റെ കമ്പിയിലൊക്കെ തന്നെ പൊടി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. കാരണം ജനലിൻ്റെ കമ്പിയൊക്കെ മറ്റേ വൈറ്റ് കളറാണല്ലോ. അപ്പോൾ അത് കാരണം അതെല്ലാം പറ്റും. അങ്ങനെ നമ്മൾ ഈ ഫോട്ടോസൊക്കെ എല്ലാം എടുത്ത് ഒന്ന് പൊടി തട്ടി ക്ലീൻ ചെയ്ത് വെക്കാണ്ടോ. ഫോട്ടോസിൻ്റെ ഫ്രണ്ടിലല്ല കൂടുതൽ പൊടിയാകുന്നത്, അതിൻ്റെ പുറകിലാണ് കേട്ടോ അഴുക്ക് ഉണ്ടാവുക. അപ്പം അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം പുറവശമൊക്കെ ഫോട്ടോസിൻ്റെ. അപ്പോൾ ദാ ഈ ഒരു സെറ്റിങ് കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഈ ടി വിയുടെയും ഹോം തിയേറ്ററിൻ്റെ ഒക്കെ വയറ് നമ്മൾ ഇതുവഴിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ താഴെ കൂടെ എടുക്കാനായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പം അതെല്ലാം സെറ്റ് ചെയ്യുന്ന അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛന് ഇങ്ങനെ അസുഖം ആയത് കാരണം അച്ഛന് എപ്പോഴും ഇങ്ങനെ വന്നിരുന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാനൊന്നും പറ്റില്ല. അച്ഛനൊരു ആവുന്ന സമയമുണ്ട്, ആ ഒരു ടൈമിൽ വന്ന് മാത്രമേ അച്ഛനതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛന് ആവുന്നൊരു ടൈമിൽ വന്ന് അച്ഛൻ ചെയ്തോളൂ. അത് അവിടെയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബാർ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടി തൂക്കാനായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ അത് സെറ്റി തൂത്ത് കഴിഞ്ഞിട്ടാണ് അത് ഓർത്തത്. അപ്പോൾ അത് തൂത്തപ്പോഴത്തേനും വീണ്ടും സെറ്റി പൊടിയായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സെറ്റിയും കൂടെ ക്ലീൻ ചെയ്തു. അപ്പം നമ്മൾ ഈ ഹാളിൽ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിതൊക്കെ തൂത്ത് വാരണം കേട്ടോ ഇവിടെ താഴെ. അപ്പോൾ നമുക്ക് ഈ സെറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം തൂക്കാൻ. കാരണം സെറ്റിയുടെ അടിയിലൊക്കെ ഈ ഭിത്തിയോട് ചേർന്ന് നടക്കുന്ന സൈഡിലെ സെറ്റിയുടെ അടിയിൽ നമുക്ക് സെറ്റ് നീക്കിയെങ്കിൽ മാത്രമേ അടിവശം തൂക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതൊന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് അവിടെയൊക്കെ ഒന്ന് തൂക്കാനായിട്ട്. അപ്പോൾ അവിടെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്, വലിച്ച് മാറ്റി. എന്നിട്ട് ആ സമയത്ത് ഞാനപ്പോൾ തൂത്തിട്ടു. അപ്പം കല്ലൂട്ടിനെ അച്ഛൻ്റെയൊക്കെ റൂമിലോട്ടാണ് കേട്ടോ കടത്തിയത്. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഞാൻ ഈ ഇങ്ങനെ സെറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേനും അവൾക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. അത് കാരണം ഞാൻ അവളെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ കൊണ്ട് കിടത്തിയേക്കാണ് കേട്ടോ. അപ്പം ഞാനിവിടെയൊക്കെ ഒന്ന് തൂത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ എല്ലാം തൂക്കണം. അപ്പം അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സെറ്റിയുടെ അടിയിലൊക്കെ പൊടിയും അഴുക്കുമൊക്കെ. ഇത് കണ്ട കൂടുതലും കല്ലുവിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇതെല്ലാം കല്ല് കൊണ്ടുവന്ന് സെറ്റിയുടെ അടിയിലോട്ട് വലിച്ചെറിയുന്നതാണ് കേട്ടോ. മുട്ടായിൻ്റെ കവറും പാൽപ്പൊടി കവറ്, പിന്നെ ഇതാ പൊട്ട് തൊടുന്ന സാധനം, ഇതെല്ലാം അവൾ കളിക്കാനെന്ന് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് സെറ്റിയുടെ അടിയിലൊക്കെ. ഇത് ആ ടേപ്പൊക്കെ അച്ഛൻ്റെ ടേപ്പാണ് കേട്ടോ. അപ്പം ഇതൊക്കെ അച്ഛൻ വെച്ചേക്കുന്നിടത്ത് പോയി എടുത്തുകൊണ്ട് വന്ന് ഇതിനടിയിൽ കൊണ്ട് ഇടുന്നതാണ് കേട്ടോ അവൾ. അപ്പം നമ്മുടെ ഒരാഴ്ചത്തെ അഴുക്ക് തന്നെ എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതിനകത്ത് നിന്ന് വേണ്ടതെല്ലാം എടുത്ത് അമ്മ ഇനി കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കണം. അല്ലാതെ നമുക്ക് ഇതിപ്പോൾ പൊടിക്കകത്തെടുക്കുന്ന ഇപ്പോൾ എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ ഇനി അടുത്തൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷെയ്ഡിലാണ് കേട്ടോ നമ്മളതൊക്കെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കൂളറിൻ്റെ ഒക്കെ കവറാണ് കേട്ടോ. നമ്മൾ ഈ വാറൻറ്റി കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ ഈ കവറൊക്കെ അതേപോലെ തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കവറാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ചിലന്തി വലയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫാനിടുന്ന സമയത്ത് ഈ ചിലന്തി വലയുടെ ഇതൊക്കെ പറന്ന് വന്നിട്ട് നമ്മളത് ശ്വസിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലും ശ്വാസം മുട്ടലും തുമ്മലും അതേപോലെ തന്നെ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക. അപ്പം അതൊക്കെ ഒരു അലർജി ആയിട്ട് മാറും കേട്ടോ. പിന്നെ നമുക്കതൊരു അസുഖമായിട്ട് മറ്റെന്ത് അസുഖം നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലതരം അസുഖങ്ങൾ ഉണ്ടാവും.
അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ മുക്കും മൂലയും നമ്മൾ പൊടിയില്ലാതെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാ ഞാൻ നമ്മുടെ റൂമിൽ മാറ്റേണ്ട സാധനങ്ങളെല്ലാം മാറ്റിയിട്ടോ. ഈ ഒരു അയ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ കല്ലൂട്ടീൻ്റെ തുണികൾ വിരിക്കാനാണ് കേട്ടോ. ഇവിടെ മഴയായ സമയത്ത് നമുക്ക് ഡയപ്പറൊന്നും അങ്ങനെ ഉണങ്ങി കിട്ടത്തില്ല, ക്ലോത്ത് ഡയപ്പർ. അപ്പോൾ അതുകൊണ്ട് അത് നൈറ്റ് സമയത്ത് നമ്മൾ ഉണ്ടെന്ന് ഇവിടെ വിരിച്ചിടാറുണ്ട് കേട്ടോ. ഇങ്ങനെ അതിനാണ്ട് ഈ ഒരു അയപ്പോലെ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ജനാലയിലെ പൊടിയൊക്കെ, അപ്പോൾ ഈ കർട്ടൻ നമ്മളിപ്പോൾ രണ്ടാഴ്ച ആയല്ലോ. അപ്പം നമ്മൾ ഒരാഴ്ച നമ്മളുടെ കർട്ടനൊക്കെ ഇടുകയുള്ളൂ, കാരണം പൊടി പിടിക്കും. അപ്പോൾ ഈ ജനാലയിൽ നിന്ന് നമ്മളങ്ങനെ തുറക്കാറില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് കാരണം നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് പറമ്പാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ഇഴജന്തുക്കൾ കയറിയാലെന്ന് വിചാരിച്ചിട്ട് തുറക്കത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് തുറന്നിരുന്നത് കുഴപ്പമില്ല, പക്ഷേ അമ്മ വഴക്ക് പറയും. അപ്പോൾ അത് കാരണം ഞാൻ തുറന്നിടത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മളിങ്ങനെ തുറക്കാറുള്ളൂ കേട്ടോ ജനാല. എന്നിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ അടച്ചിടാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കട്ടിലൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇടുക്കൊക്കെ ഒന്ന് തൂക്കണം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഉള്ളിലേക്ക് പൊടി കയറും കേട്ടോ. അപ്പോൾ അതും നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം നന്നായിട്ട്. അപ്പോൾ ഇനിയും പൊടികളൊക്കെ അടിക്കുക എല്ലായിടത്തെയും. അപ്പം മേളിലത്തെ മറലൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പം എന്താ ഈ കർട്ടനൊക്കെ ഇനിയും കഴുകാനായിട്ട് കൊണ്ടിടണം കേട്ടോ. അപ്പം നമ്മൾ ഇതേന്ന് ഊരിയെടുക്കാനുണ്ടോ. അപ്പോൾ ഇതാ ഞാനതിലൊരു നമ്മളുടെ കല്ലൂട്ടി രാത്രിയിൽ എനിക്ക് കല്ലൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ചെറിയൊരു യെല്ലോ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അവൾ ഉണരുമ്പോഴൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ലൈറ്റ് ഒക്കെ ഒന്ന് ഊരിയെടുത്ത് ഈ വയലറ്റ് കളർ കാണുന്നത് മറ്റേ പില്ലോ ആണ്, പ്രഗ്നൻസി പില്ലോ. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇതും കൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം ഇത് ഞാൻ മേടിച്ചിട്ട് ഞാൻ വയറ് വലുതാകും തോറും ഇതിനകത്ത് നമുക്ക് കിടക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കൊണ്ട് ഏട്ടനാണ് കേട്ടോ കൂടുതൽ ഉപകാരമായിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും ഉപകാരം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് ഷെയ്ഡിൻ്റെ മുകളിലിട്ട് പൊടി കയറുകയാണ് കേട്ടോ അവിടെ കിടന്ന്. അപ്പോൾ ഇനി അത് നമ്മൾ അത് ഇവിടെ വെച്ചേക്കുന്നില്ല, നമ്മൾ അടുത്ത് ഇനി വേണ്ടിയിട്ട് എടുക്കാൻ വെച്ചേക്കുന്നൊക്കെ ഓരോരുത്തർ പറയാം. പക്ഷെ നമുക്കിനി അത് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും അത് പിന്നെ അഥവാ അതിനകത്തുള്ള പഞ്ഞിയൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വന്നാലെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേളിലോട്ട് കയറ്റിയത്. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഉപദ്രവമൊന്നുമില്ലല്ലോ അവിടെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി പൊടിയടിക്കലും പണിയും നടക്കട്ടെ. ദാ ഗൈസ്, ആ മൂലയിലോട്ട് നിങ്ങൾ നോക്കൂ, പല്ലിക്കള്ളൻ ഇരിക്കുന്നത് കണ്ടോ? കാണാമല്ലോ അല്ലേ പല്ലിക്കള്ളൻ? അത് പോത്തതേ ഇല്ല കേട്ടോ. ഇങ്ങനെ എത്ര അടിച്ചു വിട്ടാലും ഇങ്ങനെ ഈ അലമാരിയുടെ പുറകിലൊക്കെ ചെന്ന് ഒളിച്ചിരിക്കും. എന്ത് ചെയ്താലും പോകുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറേ ചെയ്ത്, അപ്പോൾ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ എനിക്ക്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. 100% റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ.
കറണ്ട് ആയതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് ശുശ്രൂഷിക്കാൻ എനിക്ക് നല്ല കുറച്ച് പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ പോവാണ് കേട്ടോ. അല്ലാതെ കൂടുതലായിട്ട് നമ്മളിത് തുറന്നൊന്നും ക്ലീനൊന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലീനിങ് നമ്മുടെ ഇൻവെർട്ടറിൽ ചെയ്യുന്നുള്ളൂ. കൂടുതലും കറണ്ടായി കളിക്കുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കർട്ടനൊക്കെ ഒന്ന് കഴുകാൻ കൊണ്ടിടുകയാണേ. ഈ കർട്ടനിൽ അധികം അഴുക്കൊന്നുമില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതൊന്ന് മാറിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ പൊടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴുകാനൊന്നും വിടുന്നില്ല. അപ്പോൾ ഇത് അലമാരയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഞാൻ പണ്ട് തൊട്ടേ അൽമാരി അൽമാരി എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്നെ വഴക്ക് പറയാറുണ്ട്, അൽമാരി അല്ല അലമാരയാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അൽമാരി അൽമാരി എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കതൊരു ശീലമായി പോയേ. ഗ്ലാസ് ക്ലീനർ സ്പ്രേ ചെയ്ത് നമ്മളൊന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഈ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇതേവരെ ഒരുങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ എന്താ മറ്റേ ആ കാണുന്ന ഗ്ലാസ്സിൽ അതിലെ കണ്ടിട്ട് എനിക്ക് നല്ല വെട്ടം തോന്നിയിട്ട് അവിടെ നിന്നുണ്ട് ഞാൻ ഒരുങ്ങാറ്. അടുത്ത കണ്ടോ ഗൈസ്, ഏറ്റവും വലിയ ടാസ്ക്, ഏറ്റവും കൂടുതൽ പൊടി പിടിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഫാനയിലാണ് കേട്ടോ. ഫാനിൻ്റെ അപ്പുറം ആ മോളുവശം ഉണ്ടല്ലോ, അവിടെ ആണ് കേട്ടോ കൂടുതലും പൊടി കയറി ഇരിക്കാറ്. അപ്പം നമ്മളതറിയില്ല പൊടി അവിടെ കയറി ഇരിക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു ഭാഗത്തെ പൊടി മാത്രം കളയത്. രണ്ടാഴ്ചത്തെ ഇത് നിങ്ങൾ നോക്കിയാണ് ആ പൊടി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇത്രയും പൊടിയാണ് വരുന്നതെന്ന് കണ്ടോ, പൊടി വീഴുന്നത്. അപ്പോൾ ഇതാ ഭയങ്കര പൊടിയാണ്. ഇത് ഏട്ടൻ്റെ പണിയാണ്. ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ഏട്ടൻ ഇത് ക്ലീൻ ചെയ്യാറില്ല. അപ്പം കുറച്ച് ദിവസമായിട്ട് ഏട്ടന് നമ്മുടെ കമ്പനീൻ്റെ റൂമിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രിയിലൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അവസ്ഥ. ഞാനിത് കണ്ട് ഞെട്ടിപ്പോയിട്ട് ഞാൻ എന്നിട്ട് അമ്മയെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്ത്, കണ്ട് ഈ പൊടി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയ്ക്കും പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഫാന്. ഇത് കൂടുതൽ നമ്മൾ ഈ ഒരു ചൂലിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആ മോൾ വശം ഇരിക്കുന്നതും കൂടി വീഴും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇട്ട് നിങ്ങളുടെ വീട്ടിലെ ഫാനിൻ്റെ മുകൾ വശം ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് എന്ത് പൊടിയുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ ചെയ്യുമ്പോൾ ഏട്ടന് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഏട്ടൻ ബെഡിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നന്നായിട്ട് ഏട്ടൻ കൈ കൊണ്ട് തന്നെ ആ ലീഫൊക്കെ നനഞ്ഞ തുണിയൊക്കെ ഇട്ട് തുടച്ചെടുക്കാറുണ്ട് കേട്ടോ, തുണിയൊക്കെ ഇട്ട്. അപ്പോൾ എനിക്ക് ഹൈറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇതാ ഫാനിലെ പൊടിയെല്ലാം താഴെ കിടക്കുന്നുണ്ട്. ഇത്രയും പൊടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ കുട്ടി ജനലിലെ പൊടിയും കൂടെ നടിക്കാം. ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് സ്റ്റാൻഡും കല്ലുവിൻ്റെ ഡയപ്പർ സ്റ്റാൻഡും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മാത്രം മേക്കപ്പ് സ്റ്റാൻഡില്ല, കല്ലുവിൻ്റെയും കൂടെ ഉണ്ടോ. കല്ലുവിൻ്റെയും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കല്ലുവിൻ്റെ കുട്ടിക്കൊടിയുണ്ടോ. ഒരാവശ്യമില്ലാതെ കല്ലുവിൻ്റെ കുഞ്ഞമ്മ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഇത് കണ്ടിട്ട് അതിൻ്റെ രസം കൊണ്ട് മേടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പം അവളിത് കണ്ണി ഒക്കെ കുത്തിക്കയറ്റുന്ന കാരണം നമ്മൾ അവളുടെ കൈ പോലും കൊടുക്കാറില്ല കേട്ടോ. അത് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നേരം വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ അവളുടെ അടുത്ത് ദൂരെ കളയും. അപ്പം ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ച് മാറ്റി അവിടെയൊക്കെ ഒന്ന് തൂക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തൂത്ത് മാറ്റിയിട്ട് അതൊന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കാം. ഷീറ്റ് കൊണ്ട് കഴുകാനിടാം. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഷീറ്റൊക്കെ കഴുകാൻ പറ്റും. നമ്മൾ രാവിലെ തന്നെ തുണി വാഷിംഗ് മെഷീനിൽ അലക്കൂട്ടോ. അപ്പോൾ ഇതിനിപ്പം ഈ പൊടിയൊക്കെ മുറ്റത്തുകൊണ്ട് കുടഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് കഴുകാനിടാം.
ഈ പൊടികളെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു മാസം കൊണ്ട് തൂക്കം തുടങ്ങുന്ന വീടായിരിക്കും കേട്ടോ. പക്ഷേ അല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൂമും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലായിടും ഒന്ന് തുടയ്ക്കണം. നമ്മുടെ പഴയ ഡൈനിങ് ടേബിളിൻ്റെ കസേരയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു അധികപ്പറ്റായത് കൊണ്ട് ഇപ്പോൾ എൻ്റെ റൂമിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് അതിലൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പം അത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ കൊണ്ടിട്ടോ. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സിറ്റ് ഔട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് തൂത്താൽ മാത്രം മതി. കാരണം നമ്മൾ ദിവസേന വിളക്കത്തിക്കുന്നതാണ്, ക്ലീൻ ചെയ്യുന്നതാണ്, എന്ന് രാവിലെ തുടയ്ക്കും. അപ്പം ഇവിടെ പല്ലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അത് കാരണം പല്ലിയെ പിടിക്കാനായിട്ട് രാത്രിയിൽ പൂച്ച വന്ന് പല്ലിയെ പിടിച്ചിട്ട് തിന്നിട്ട് കൊന്ന് അതിലെ ചോരയെല്ലാം ആ പൂച്ചേൻ്റെ കാലേമേ പറ്റിയിട്ട് അത് ഇതുവഴിയെല്ലാം നടക്കുമ്പോൾ ആ ചോരയെല്ലാം ഇവിടെ പറ്റാറുണ്ട്. അപ്പം അന്നും അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്മ സിറ്റ് ഔട്ട് തുടച്ചിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ അഴുക്കൊന്നുമില്ല. പിന്നെ നമ്മളെന്നും രാവിലെയും വൈകിട്ടും പതിവുപോലെ തൂക്കും, വിളക്കത്തിക്കുന്നതിന് മുമ്പേ തുടയ്ക്കും. അപ്പം നമുക്ക് തുടയ്ക്കാം. തുടയ്ക്കുന്ന ഇതിലൊന്നും ആദ്യം എനിക്ക് തുടയ്ക്കാൻ അറിയത്തില്ല എന്നുള്ളത് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇത് പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം മറ്റേതിനേക്കാട്ടിലും നല്ലത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കറക്കുമ്പോഴത്തേന് ഇതിനകത്തിലെ വെള്ളം എല്ലാം പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു നനവിലാണ് കേട്ടോ കിട്ടുന്നത്. മറ്റേതാകുമ്പം നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞ് അത്ര ഒരു ഇതാവില്ല. അപ്പം നമ്മൾ ടൈലിലൊക്കെ വെള്ളവും കിടക്കും, അപ്പോൾ ഉണങ്ങാനും താമസമാണ്. അപ്പോൾ ഞാൻ എല്ലാം നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കല്ലൂസ് ഇവിടെ എല്ലാം ഇടിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഓരോന്ന് പെറുക്കുകയും, അപ്പോൾ ഇതുവഴിയെല്ലാം കുഞ്ഞ് നടക്കുന്നതല്ലേ, അപ്പോൾ ആ കൈ അവൾ വായിൽ വെക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എല്ലാം നല്ല വൃത്തിക്ക്. ഈ ഒരു വാക്കറും ഇവിടെ ഒരാവശ്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഈ വാക്കറിന് 2000 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഗുണം ഇവിടെ ഉണ്ടായിട്ടില്ല. കല്ലൂസതയിലൊന്നും നടക്കത്തുമില്ല, ഇരിക്കാറും ഇല്ല കേട്ടോ. അപ്പോൾ അതിൽ പാട്ടൊക്കെ ഉള്ളതാണ്, പക്ഷെ അതിനകത്ത് ഇരിക്കില്ല. അവളെ നമ്മൾ ഒന്നെങ്കിൽ എടുത്തുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അവളോട് ഇരുന്ന് നമ്മൾ കളിക്കണം, അല്ലാതെ അവൾ അതിലിരിക്കില്ല. അപ്പോൾ എല്ലായിടും നമുക്കൊന്ന് തുടച്ചെടുക്കാം. പിന്നെ ആ ഹാൾ തുടച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ ഹാളും തുടയ്ക്കണം, അവൻ്റെ റൂമും കൂടെ തുടയ്ക്കണം. ഇടയ്ക്ക് വെള്ളം മാറി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഓൾറെഡി ഡെറ്റോൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഡെറ്റോൾ ഒഴിച്ചിട്ടാണ് തുടയ്ക്കുന്നത് ആള്. ഇനി റൂം തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ റൂമൊക്കെ വന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം കട്ടിനടിയിലും കയറി തുടയ്ക്കണം. അപ്പം വീണ്ടും നമ്മൾ ഒരു ട്രിപ്പും കൂടെ വെള്ളം കൊണ്ടൊന്ന് മാറേണ്ടതുണ്ട്. ഇപ്പോൾ കട്ടിനടിയിലൊക്കെ നല്ല പൊടി ഉണ്ടാവും, അപ്പോൾ അത് കാരണം ഒന്നും കൂടി വേറൊരു വെള്ളം കൂടി എടുത്തിട്ട് വന്നിട്ട് തുടയ്ക്കണം. അപ്പം നമ്മളിതെല്ലാം തുടയ്ക്കാം. അപ്പം ഇനി നമ്മുടെ സെറ്റിമേൽ കവറൊക്കെ ഇട്ടെടുക്കാം. അപ്പം ഇതിന് നമ്മൾ ഈ ഒരു കവർ ഇട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഇതിനടിയിൽ വേറെ ഒരു പിസ്ത കളറ് ഒരു തുണിയും കൂടെ വെച്ച് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ കിട്ടിയത്. ചെറിയൊരു പിസ്ത പോലത്തെ കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വൈറ്റും ഓഫ് വൈറ്റും ചെറിയൊരു പിസ്ത പോലത്തെ ലൈറ്റ് പിസ്ത പോലത്തെ കളറാണ് കേട്ടോ അതിന്. അപ്പം നമ്മളതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. കല്ലൂസ് കയറി കയറി 2 ചാട്ടം ചാടുമ്പോഴത്തേന് ഇതൊക്കെ അതിൻ്റെ പാട്ടിന് പോവും. അപ്പം നമ്മളതെല്ലാം ഒന്ന് വിരിച്ചിട്ടു.
അപ്പോൾ ഇനി നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് പോകാം കേട്ടോ. ഇത് ഞാനൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ അതേ കല്ലുരുട്ടി വെള്ളം കമഴ്ത്തിയപ്പോഴത്തേന് അതിൻ്റെ കളറ് ഇളകിയതാണ് കേട്ടോ ഈ നമ്മുടെ ബെഡിൻ്റെ കവറിൽ കാണുന്നത്. അപ്പം നമുക്ക് വേറൊരു ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാം. ഇത് നമ്മുടെ ഈ ബെഡിൽ കിടക്കുന്ന കവർ വാട്ടർ പ്രൂഫാണ് കേട്ടോ. കാരണം കല്ലുരുട്ടി രാത്രിയിലൊക്കെ ശുശ്രൂഷിക്കുന്ന രാത്രി നമ്മൾ ഡയപ്പറിടും, പകലൊക്കെ ശുശ്രൂഷിക്കുന്ന സമയത്ത് നമ്മുടെ ബെഡിലോട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ഒരു മാട്രസ് മേടിച്ചിട്ടേക്കാണ് കേട്ടോ അതിൽ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഗ്രീൻ ഷീറ്റാണ് കേട്ടോ വിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഷീറ്റാണ് കേട്ടോ ഇത്. ഈ ഗ്രീൻ കളർ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ നമുക്കിതിൻ്റെ പില്ലോ കവർ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് സെറ്റ് അല്ലായിരുന്നു, അല്ലാതുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബെഡിൽ കുറച്ച് സൈസും കൂടി കുറവാണ് കേട്ടോ ബെഡ്ഷീറ്റിന്. അപ്പോൾ നമ്മുടെ കട്ടിൽ ഡബിളാണ്, അപ്പം അതിൽ പറ്റില്ലായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ബെഡ്ഷീറ്റിന് തന്നെ വയലറ്റിൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ പില്ലോയിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെഡിലേക്ക് നമുക്ക് കുറേ തലണിയുണ്ട് കേട്ടോ. എൻ്റെ 2 ഏട്ടൻ്റെ 2 കല്ലുകുട്ടിയുടെ 2 അങ്ങനെ 6 തലാണിയാണ് കേട്ടോ നമുക്ക് മൊത്തം ഉള്ളത്. അപ്പോൾ 6 തലാണിക്കൂടെ ഒരേ സെയിം കവറൊന്നും കിട്ടില്ല. അപ്പോൾ അത് കാരണം എല്ലാം വെവ്വേറെ കവേഴ്സാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ബ്ലാങ്കറ്റും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടു. അപ്പം നമ്മുടെ ബെഡൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പം നമ്മുടെ ക്ലീനിങ് ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സിറ്റൗട്ട് നമ്മൾ ക്ലീൻ ചെയ്തു, ഹാൾ ക്ലീൻ ചെയ്തു, അതുപോലെ തന്നെ ബെഡ്റൂമും ക്ലീൻ ചെയ്തു. അപ്പം നമ്മളുടെ ക്ലീനിങ് ഒക്കെ ഇന്ന് ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഇതാ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇതാ ഹാളൊക്കെ ഉണങ്ങി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ നനവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഹാളും റൂമും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ ഉള്ളത് പറയണം കേട്ടോ. അപ്പം എത്രത്തോളം എൻ്റെ ക്ലീനിങ് എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ബാഡ് കമൻറ്റ് ഉള്ളവരുണ്ടാവും, അപ്പം നല്ല കമൻറ്റ് ഉള്ളവരുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ, പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ പറയാം, ഏതാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. അപ്പം ഇത് എൻ്റെ ഞാൻ ഇത് മുമ്പ് കിച്ചൺ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ആരും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക ഗൈസ്. നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ പൊടിയൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ഡസ്റ്റ് എനിക്ക് അലർജിയാണ് കേട്ടോ. അപ്പം അലർജി ഉള്ളവരുണ്ടാവും, അലർജി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം ആർക്കാണെങ്കിലും ആരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. എനിക്കാണെങ്കിൽ ഇപ്പം തുമ്മലുണ്ട്, പിന്നെ ശ്വാസം മുട്ടലുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് മാസ്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. പിന്നെ മാസ്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ തന്നെയും എനിക്ക് ശ്വാസം മുട്ടലുള്ളത് കാരണം എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്വാസം ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി നന്നായിട്ട് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മരുന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തുമ്മലാണ്. ഇനിയിപ്പം ഒന്ന് കുളിച്ചിട്ട് വന്നുകൂടെ കഴിയുമ്പോഴത്തേന് ഭയങ്കര തുമ്മലായിരിക്കും. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങോട്ട് അലർജി ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര തുമ്മലാണ്. ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം തുമ്മിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം തുമ്മൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഒരുവിധം എല്ലാവരും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ളവർക്ക് പൊടി ഒരു തുള്ളി പോലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദിവസേന ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിലും എല്ലാം പനിയായത് കാരണം ആർക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും പറ്റിയില്ല. നമ്മൾ ഫാനിലെ പൊടി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വീണത് തന്നെ. അപ്പോൾ ഏട്ടനാണ് ഫാനിലെ ക്ലീൻ ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ശ്വാസം മുട്ടുള്ള കാരണം എനിക്കങ്ങനെ എല്ലാം കൂടെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം ഏട്ടനായിരിക്കും ഫാനിലെ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ പനി പിടിച്ച് നമ്മൾ എല്ലാവരും കിടപ്പിലായിരുന്നത് കൊണ്ട് ആരും ക്ലീൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് എല്ലാ ദിവസവും വീടങ്ങ് തൂത്ത് പോവുക മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിലത്തെ പൊടികളും അങ്ങനെ ജനാല അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളും അവൾക്കും തുമ്മലുണ്ട്, അപ്പോൾ എനിക്കും ഉണ്ട്. അവൾക്കും ജനിച്ചപ്പോൾ മുതലേ തുമ്മൽ അലർജി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എൻ്റെതായിരിക്കാം. അപ്പം നിങ്ങൾ ദിവസം ക്ലീൻ ചെയ്യുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അതൊരു ഇരട്ടി പണിയാവും. ഇപ്പം ഇവിടെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ. അപ്പം അത് എനിക്കൊരു ബുദ്ധിമുട്ടാകും, പിന്നെ മോൾക്ക്, അപ്പം ഞങ്ങൾക്ക് അലർജി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദിവസവും ക്ലീൻ ചെയ്ത് തന്നെ പോവുക. അപ്പം
നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, സീ യു.